ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. മാർച്ച് മാസം മുതൽ സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് ഈ 6 നക്ഷത്ര ജാതകർ കുതിച്ചുയരുന്ന ദിവസങ്ങളാണ് ഇനി വന്നെത്തുക. ഈ രാശിയിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളോ മക്കളോ നിങ്ങളുടെ കുടുംബത്തിലോ ഉണ്ടോ? ഇനി നിങ്ങളുടെ സമയം തെളിഞ്ഞു കഴിഞ്ഞു. മാർച്ച് മാസ രാശിഫലം നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. മേടരാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടരാശിക്കാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി മുതൽ തൊഴിൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. സ്ഥലം മാറ്റത്തിനും പുതിയ അവസരങ്ങൾക്കും സാധ്യതയുള്ള മാസമാണ്. അതുപോലെ കുടുംബ സൗഖ്യം നിലനിൽക്കും. പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ ഗതിമാറ്റം രണ്ടാം പകുതിയിൽ സാമ്പത്തികമായ നേട്ടവും സ്ഥാനക്കയറ്റവും നിങ്ങൾക്ക് സമ്മാനിക്കുന്ന മാസമാണ്. ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ വളരെയധികം അംഗീകാരവും ബഹുമാനവും നിങ്ങൾക്ക് വന്നു ചേരും. അതായത് നിങ്ങൾക്ക് വളരെയധികം മനസ്സന്തോഷം ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ വാക്കുകളെ മറ്റുള്ള ആളുകൾ അംഗീകരിക്കും. അതുപോലെ ബന്ധുസമാഗമം, ധനാഗമം എന്നിവയും പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങൾക്ക് വളരെയധികം അനുകൂലമായ മാസമാണ്. ഏതൊരു പ്രവർത്തനത്തിൽ നിങ്ങൾ ഏർപ്പെട്ടാലും അവയെല്ലാം വിജയിക്കുന്ന സമയം കൂടിയാണ്. കർമ്മരംഗത്ത് പ്രകടമായ ഉയർച്ചകൾ ഉണ്ടാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ധനച്ചെലവുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള സമയമാണ്. നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ പ്രണയിക്കുന്ന ആളുകൾക്കും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ അതുമല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. രോഗങ്ങളുള്ളവർക്ക് ആശ്വാസം വന്നു ചേരും. മുറിവ്, ചതവ് എന്നിവ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യം ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന ഇടവ രാശിക്കാർക്ക് മാസത്തിൻ്റെ ആരംഭത്തിൽ ധനകാര്യത്തിൽ വളരെയധികം വളർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബിസിനസ് വ്യാപനം ഫലപ്രദമാകുന്നതാണ്. അതുപോലെ ഭൂമി വാങ്ങൽ, വീട് വിപുലീകരണം എന്നിവയ്ക്ക് അനുകൂലമായ കാലമാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ കർമ്മരംഗത്തും സ്ഥാനമാനങ്ങളും ഉയർച്ചകളും ഉണ്ടാകും. എന്നാൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പ്രശസ്തിക്കുറവുണ്ടാകുന്നതാണ്. ഏത് മേഖലയിലായാലും മേലധികാരിയുമായി യോജിച്ചു പോകുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കുവാൻ സാധിക്കും. കുടുംബത്ത് അച്ഛനുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യത. പുതിയ നിക്ഷേപങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു മാത്രം നിറവേറ്റേണ്ട കാലമാണ്. ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ഈ മാസം വളരെയധികം ഗുണകരമായ കാലമാണ്. എന്നാൽ വിവാഹ കാര്യങ്ങൾക്ക് ചെറിയ കാലതാമസം വന്നു ചേരും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെയധികം കാര്യസാധ്യമുണ്ടാകുമെങ്കിലും ധനച്ചെലവ് വർദ്ധിച്ചു നിൽക്കുന്നതാണ്. മനസ്സംഘർഷം വർദ്ധിക്കുവാനിടയുണ്ട്. അതുപോലെ അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും വളരെയധികം ശ്രദ്ധ വേണ്ട കാലമാണ്. ഇടവ രാശിക്കാരായ നിങ്ങൾ ഗണപതി ഹോമം, ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീ ക്ഷേത്ര ദർശനവും നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ ബാക്കി പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന മിഥുന രാശിക്കാർക്ക്
നിങ്ങൾക്ക് ഈ മാസം വാക്കുകൾ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകളാണെങ്കിൽ വളരെയധികം അനുഭവങ്ങൾ വന്നു ചേരും. എന്നാൽ വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കൂട്ടുകെട്ടുകൾ മോശമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഉണ്ടാകും. പ്രത്യേകിച്ചും നിങ്ങളുടെ കുടുംബത്ത് സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന മാസമാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുവാനിടവരും. അതുപോലെ ആശയവിനിമയത്താൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ദൂരദേശ യാത്രകൾ ഉണ്ടാകും. അച്ഛനുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ചില കാര്യങ്ങളിൽ മടി അനുഭവപ്പെടുവാനിടയുണ്ട്. അതായത് ഈശ്വരാധീനം നേടിയെടുത്ത് മനസ്സിന് നല്ല ധൈര്യം കൊടുത്ത് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശ്വാസം മുട്ട് പോലുള്ള അസ്വസ്ഥതകളോ തൈറോയ്ഡ് പോലുള്ള രോഗങ്ങളോ അലട്ടുവാൻ ഇടയുള്ള കാലമാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഓം നമഃശിവായ 108 ഒരു നിത്യേന ജപിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക രാശിക്കാർക്ക് നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ പലവിധ മാറ്റങ്ങൾ ഉണ്ടാകും. കുടുംബത്ത് ചില അസ്വാരസ്യങ്ങൾക്ക് ഇടയാകുന്ന കാലമാണ്. സംരംഭങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ധനച്ചെലവുകൾ വളരെയധികം വർദ്ധിച്ചു നിൽക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ യാതൊരു ഇടപാടുകളിലും രേഖകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ സംബന്ധമായ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ സർക്കാർ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സർക്കാരിന് പിഴ അടയ്ക്കേണ്ടതായി വന്നേക്കാം. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് വീട് മാറി താമസിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങും. അതുപോലെ മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനും ധാരാളം യാത്രകൾ വേണ്ടി വരുന്നതിനും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും കൂടിയാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഓം ഗം ഗണപതിയെ നമഃ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ചിങ്ങരാശിക്കാർക്ക് മാർച്ച് മാസത്തിൻ്റെ ആദ്യത്തിൽ നിങ്ങളുടെ കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ ഉണ്ടാകുന്നതാണ്. എല്ലാം ധന ഇടപാടുകളിലും വളരെയധികം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുമായോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സുമായോ യോജിച്ചു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹ കാര്യങ്ങൾക്ക് ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിനും കാലതാമസം നേരിടുന്നതുമാണ്. കരാറുകളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എല്ലാവിധ കാര്യങ്ങളിലും ചെറിയ സംതൃപ്തിക്കുറവ് അനുഭവപ്പെടുന്നതാണ്. സർക്കാർ കാര്യങ്ങൾ നടന്നു കിട്ടുമെങ്കിലും എല്ലാവിധ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ പുലർത്തേണ്ട കാലം കൂടിയാണ്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായി ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. യാതൊരു തീരുമാനമെടുക്കുമ്പോഴും മറ്റുള്ളവരുമായി കൂടി ആലോചിച്ച് തീരുമാനമെടുക്കുക. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വളരെയധികം ഉണ്ടാകും. ഉദരരോഗങ്ങളോ അതുമല്ലെങ്കിൽ നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകുവാനിടയുണ്ട്. മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ചേർന്ന കന്നി രാശിക്കാർക്ക് ഈ മാസത്തിൽ തൊഴിലിടത്ത് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതായത് നിങ്ങൾക്ക് ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടതായി വരും. പ്രത്യേകിച്ചും ദൈനംദിന പ്രവർത്തനങ്ങളിലും വളരെയധികം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ക്ഷമയോടെ കാര്യങ്ങൾ നേരിടേണ്ടതാണ്. അതുപോലെ കടം വാങ്ങിയ തുക തിരികെ നൽകുവാനുള്ള സമയമാകും. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ്. ശത്രുക്കളുടെ ഇടപെടലുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിലായാലും നിങ്ങളുടെ തൊഴിലിടത്തിലായാലും ആശയവിനിമയ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്.
രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. ദൂരയാത്രകൾ വേണ്ടിവരും. പ്രത്യേകിച്ചും വളരെയധികം ധനച്ചെലവുകളും ഉണ്ടാകുന്നതാണ്. ഏതൊരുവിധ ധന ഇടപാടുകളിലും ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമാകും. ഉദരക്ലേശങ്ങൾ ഉണ്ടാകുവാനും ഇടയുള്ള കാലമായതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന തുലാം രാശിക്കാർക്ക് മാർച്ച് മാസത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമാകും. അതായത് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ സന്താനങ്ങളുടെ അഭിപ്രായങ്ങളോട് യോജിച്ചു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടാം. അതുപോലെ മുതിർന്നവരുമായ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായ മാസമാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം വളരെയധികം ഊഷ്മളമാകും. പ്രത്യേകിച്ചും പ്രണയിക്കുന്ന ആളുകൾക്ക് ഈ മാസം നിങ്ങൾക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടമുണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ നിങ്ങളുടെ പാർട്ട്നേഴ്സുമായി വാഗ്വാദങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ മനസ്സമാധാനക്കുറവ് അനുഭവപ്പെടാം. ഉദരക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ കാൽപാദങ്ങൾക്ക് വേദന ഉണ്ടാകുവാനും ഇടയുള്ള കാലമാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീ ക്ഷേത്ര ദർശനവും യഥാവിധി വഴിപാടുകളും സമർപ്പിക്കുക. ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് വൃശ്ചിക രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക രാശിക്കാർക്ക് മാർച്ച് മാസത്തിൽ ഉദ്യോഗസ്ഥർ തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വീഴ്ച വരുവാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകുവാനും മനസ്സുണ്ടാകണം. നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവരുടെ ചതിയിൽ അകപ്പെടുവാൻ ഇടയുള്ള കാലമാണ്. നിങ്ങളുടെ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ സഹായ വാഗ്ദാനങ്ങളുമായി നിങ്ങളെ സമീപിക്കും. പ്രത്യേകിച്ചും കുടുംബത്ത് സമാധാനക്കുറവ് അനുഭവപ്പെടുന്ന കാലമാണ്. വിവാഹ കാര്യങ്ങൾക്ക് വളരെയധികം ഗുണകരമാണ്. പ്രത്യേകിച്ചും പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഗുണകരമായ കാലം കൂടിയാണ്. നിങ്ങൾക്കെല്ലാ കാര്യത്തിലും ഒരു ഭയമുണ്ടാകും. വീട് മാറി താമസിക്കുന്നതിന് ഇടയാകുന്ന കാലമാണ്. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകുന്നതിനും വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ധനച്ചെലവുകൾ വർദ്ധിച്ചു നിൽക്കും. ബന്ധുക്കളുമായ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഉദരക്ലേശങ്ങൾക്കും ഇടയുള്ള കാലം കൂടിയാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ചെയ്യുക. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ധനു രാശിക്കാർക്ക് മാർച്ച് മാസത്തിൽ എല്ലാവിധ കാര്യങ്ങളും ധൈര്യത്തോടെ ചെയ്ത് ഇറങ്ങിത്തിരിക്കുവാൻ സാധിക്കും. മത്സരബുദ്ധി വർദ്ധിച്ചു നിൽക്കുന്ന സമയമാണ്. മത്സരങ്ങളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുവാൻ കഴിയും. അതുപോലെ പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുമ്പോൾ രേഖകൾ വളരെയധികം പരിശോധിക്കേണ്ടതുണ്ട്. ധനപരമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം. കർമ്മരംഗത്ത് കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരുന്നതാണ്. ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്താൽ നല്ല ഭാഗ്യ അനുഭവങ്ങൾ മാർച്ച് മാസത്തിൽ വന്നു ചേരും. ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. കുടുംബത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഉന്നത പഠനത്തിനായി ദൂരയാത്രകൾ വേണ്ടിവരും. ആശയവിനിമയ രംഗത്ത് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അച്ഛനുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെയധികം അനുഭവങ്ങൾ മാർച്ച് മാസത്തിലുണ്ടാകും. തൊണ്ടവേദന, ശ്വാസം മുട്ടുപോലുള്ള അസ്വസ്ഥതകൾ ഉള്ള ആളുകളാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും ചെയ്യുക. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകര രാശിക്കാർക്ക് മാർച്ച് മാസത്തിൽ തൊഴിലെടുത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ കുറയുന്നതാണ്. ഭൂമി, വാഹനം, വീട് എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതാണ്. എന്നാൽ ധനച്ചെലവുകൾ വർദ്ധിച്ചു നിൽക്കുകയും ചെയ്യും. വസ്തു സംബന്ധമായി തർക്കങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള മാസമാണ്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ക്ഷമയോടെ എല്ലാവിധ കാര്യങ്ങളെയും നേരിടുന്നത് ഗുണകരമാകും. എല്ലാ ധന ഇടപാടുകളിലും വളരെയധികം ശ്രദ്ധ വേണം. ചിലർക്ക് അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഉണ്ടാകും. മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ ഭക്ഷണ ക്രമീകരണങ്ങൾ വളരെയധികം ഉണ്ടാകേണ്ടതാണ്. പല്ല്, കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം. ചൊവ്വാഴ്ച ദിവസം ദേവീ ക്ഷേത്ര ദർശനവും ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ ബാക്കി പകുതി, ചതയം, പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭ രാശിക്കാർക്ക് മാർച്ച് മാസത്തിൽ കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റമുണ്ടാകും. ഞാൻ എന്ന ഭാവം ഉണ്ടായാൽ തർക്കങ്ങൾക്ക് കാരണമാകും. നിങ്ങളുടെ വ്യക്തിത്വത്തിന് കോട്ടം നൽകുന്ന കാര്യങ്ങൾ യാതൊന്നും ചെയ്യാതിരിക്കുക. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വാഗ്വാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഊഹക്കച്ചവടത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. ബിസിനസ് രംഗവുമായി ബന്ധപ്പെട്ട പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം. വാഹനം, ഭൂമി, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ സിദ്ധിക്കുന്നതാണ്. ശാരീരികമായി ചില അസ്വസ്ഥതകൾ ഉണ്ടാകും. മാനസികമായ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ്. അതുപോലെ ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും ഇടയാകും. അമിതമായ ചിന്തകൾ ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുകയും ഗണപതി ഹോമം, ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പോരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനരാശിക്കാർക്ക് മാർച്ച് മാസത്തിൽ തൊഴിലിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ ചെറിയ സുഖക്കുറവുകൾ അനുഭവത്തിൽ വരുന്ന കാലമാണ്. ദൂരയാത്രകൾ ഉണ്ടാകും. ഏതൊരു മേഖലയിലായാലും ശ്രദ്ധ ചുലർത്തി മാത്രം മുന്നോട്ട് പോകേണ്ടതാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും നിങ്ങളുടെ വാക്ക് പാലിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മത്സരബുദ്ധി വർദ്ധിക്കുകയും എന്നാൽ പരീക്ഷകളിൽ വിജയിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. സാമ്പത്തികമായ ഞെരുക്കമുണ്ടാകാം. സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക. കേസ് വഴക്കുകളോ കോടതി വ്യവഹാരങ്ങളോ വന്നുപെടുവാൻ ഇടയുള്ള കാലമാണ്. അധിക ധനച്ചിലവുകൾ ഉണ്ടാകും. വീട്, വാഹനം, ഭൂമി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. മാനസികമായ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയുള്ള കാലമാണ്. ആയതിനാൽ നിങ്ങൾ ശാസ്താവിന് എള്ളു പായസം, നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യം ജപിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.